വിളിച്ചെടുക്കില്ല പാട്ടി. ഈ കോപ്പിലെ ഫുൾ കൈ ഷർട്ടൊക്കെ കണ്ടുപിടിച്ചോണ്ടരാ കൈക്കൊരു ഈ ഫയൽ പടി. എത്ര നേരമായിട്ട് നിന്നെ കിടന്ന് വിളിക്കണ്ട, നീ എടുക്കാത്തെന്താ? കുറെ മിസ് കോണ്ടല്ലോ, എന്താ കാര്യം? അത് ശരി. അപ്പൊ നീ മറന്നാ? എടാ ഇന്ന് എന്റെ ഇന്റർവ്യൂ ആണെന്ന്. എടാ ഇനിയും താമസിച്ചെങ്കിൽ ശരിയാവുള്ള, നീ എന്ന് എങ്ങനെയും കൊണ്ടാക്കും. വാ. വെറും കേട്ടോ ഇന്റർവ്യൂ. അത് ശരിയാണല്ലോ. മോളെ ദേ ഫയൽ തോണ്ടേ ദേ. തൻ്റെ ചിരി കൊള്ളാലോടോ. താങ്ക് യു സർ. നോ മെൻഷൻ. ഓക്കെ. ഡോക്യുമെന്റ്സ്. ഓ തൻ്റെ മാർക്സ് ഒക്കെ കൊള്ളാം. താങ്ക് യു സാർ. തൻ്റെ ആരോടോ ഈ മൈഥിലി? മൈഥിലി എൻ്റെ മൈഥിലി ആരാ സാർ? അല്ല, തൻ്റെ ആരും അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും ആണോ? സാറിൻ്റെ ആരെങ്കിലും ആണോ? അല്ല, ഈ മൈഥിലിക്ക് എന്താ ഇവിടെ കാര്യം? ഈ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് മൈഥിലി ആണല്ലോ. അല്ല, അതിന് ശരിയാവും. പ്ലീസ് സാർ, ഞാൻ ശ്രദ്ധിക്കണ്ടേ? നെക്സ്റ്റ്. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ സാർ. ഈ സിവിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം സാർ. എൻ്റെ പേര് റാം. ഞാൻ M.Com ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടില്ലെങ്കിലും ഞാൻ തരക്കേടില്ലാത്ത മാർക്കൊക്കെ വെച്ച് പാസ്സായിട്ടുണ്ട് സാർ. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിഞ്ഞൂടെങ്കിലും മലയാളം ഞാൻ നല്ല പച്ചവെള്ളം പോലെ പറയും സാർ. പച്ചവെള്ളം പോലെ പറയും ഞാൻ. അപ്പൊ തനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല അല്ലേ? കുഴപ്പമായോ? താൻ ഇംഗ്ലീഷ് കഫേ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കണോ? അല്ല, അപ്പോൾ കേൾക്കാം സാർ, പറയൂ. എന്നാ കേട്ടോ. ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. വാട്സാപ്പിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വാട്സാപ്പില്ലേ? ഉണ്ട് സാർ, എൻ്റെ 2 നമ്പറിലും ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ അവർ നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ തരും. എന്ത് സംശയം തോന്നിയാലും ഈ പേഴ്സണൽ ട്രെയിനർ അപ്പം തീർത്ത് തരും. കൊള്ളാലോ. തൻ്റെ എക്സ്പീരിയൻസോ? എക്സ്പീരിയൻസ് ഒന്നുമില്ല സാർ, ഫ്രഷറാണ്. ആഹാ, എക്സ്പീരിയൻസ് ഇല്ല സാർ. ഇല്ല. നെക്സ്റ്റ്. സാർ പ്ലീസ്. നെക്സ്റ്റ്. അല്ല, പിന്നെ ഞാൻ നെക്സ്റ്റ്. അല്ല സാർ, ഞാൻ ഒരു കാര്യം. ഓ ശരി. ശിവദാസൻ തെണ്ടി. അപ്പൊ താനായിരുന്നല്ലേ എന്നെ വിളിച്ചോണ്ടിരുന്നത്? പിന്നെ എൻ്റെ ഫയലും കൊണ്ട് പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അയ്യോ, അത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ പുറകെ വന്നത്. അപ്പോഴത്തേക്കും ആ ഫയലും കൊണ്ട് പോയില്ലേ? പിന്നെയും സോറി. സോറി ഒന്നും വേണ്ട, 2 കോഫി പറയും. അത്രേ ഉള്ളൂ ചേട്ടാ, 2 കോഫി. അല്ല, തനിക്ക് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൽ എന്തെങ്കിലും വിഷമമൊന്നുമില്ലേ? ഓ, അത് അറ്റൻഡ് ചെയ്താലും എനിക്ക് കിട്ടുമായിരുന്നു. ചിറ്റപ്പൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് പോയാൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊന്നും അല്ലായിരുന്നു. പിന്നെ ഇത് പറ, തൻ്റെ ഇന്റർവ്യൂ എന്തായി? പുള്ളി മാർക്ക് കൊള്ളാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ്. ഹായ്, ഞാൻ റാം. CV കണ്ടായിരുന്നു, മൈഥിലി. ഓ, CVയിലെല്ലാം കണ്ടായിരുന്നല്ലേ? ചായ.
മൈഥിലിയും കൊമേഴ്സ് ആണല്ലേ? യാ MCOM വിത്ത് 90%. ഓ അതാണ് മാർക്ക് ഉള്ളത്. ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? പണ്ട് സ്കൂളിൽ കൊടമാറിപ്പോയ എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഇല്ല. ഇതല്ല, ജോലിയിൽ എക്സ്പീരിയൻസ് ഉണ്ടോന്ന്. ഇല്ല. എനിക്കുമില്ല. ഈ PG കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. ഇവന്മാരൊക്കെ ചോദിക്കുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസാണ്. ഇനി ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഹൈ ഇല്ലെന്നല്ലേ പറഞ്ഞേ. അല്ല, ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടോന്ന്. ഓ ഇതുപോലെ അതില്ല. ഉണ്ട്. എനിക്കല്ല, പാരൻസിന്. അവർക്ക് പണ്ട് കുട്ടിയെ മാറിപ്പോയെന്നാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എൻ്റെ അടുത്ത് ജോലിക്ക് പോകാൻ പറയും. മോശമല്ലേ അത്? അല്ല, തനിക്ക് എത്ര ഏജ് ആയി? എനിക്ക് ചിങ്ങത്തിൽ 27. കുറച്ച് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നേ. എന്താ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്താ പരിപാടി? അടുത്ത പരിപാടി പുതിയ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങണം. ഓ, ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പൊ എന്താ പരിപാടി എന്നാ ഞാൻ ചോദിച്ചേ. ഓ ഇപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്കോ? ഏത് സിനിമയ്ക്കാ? വേലയില്ല പട്ടധാരി. ഓ തമാശ. ഒരു കാര്യം ചെയ്യ്, ആ കോഫിയുടെ ബില്ല് വരുമ്പോഴേ അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഓ ഞാൻ രാത്രി മെസ്സേജ് അയക്കാം. ഇത്ര ഫാസ്റ്റോ? എന്ത് മെസ്സേജ്? അല്ല, ഈ ജോലിയുടെ എന്തെങ്കിലും ലിങ്ക് ഒക്കെ വരികയാണെങ്കിൽ ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഓ അങ്ങനെ. പിന്നെ അടുത്ത ഫയൽ മാറി പോകുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ഇറങ്ങാം. ആട്ടെ, who is the father of economics? ചാൾസ് ബാബേജ്. അത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ്. പൊട്ടാ. സോറി, ഒട്ടാമല്ല ചേട്ടാ. ചേട്ടാ